ചിലർക്ക് കർത്താവിൻ്റെ രാജ്യത്തെ വേല ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ കർത്താവ് അവരെ വിളിച്ചിട്ടില്ലായിരിക്കാം, അവർ തിരഞ്ഞെടുത്തിട്ടില്ലായിരിക്കാം. വിളിയില്ലാത്തൊരു വ്യക്തിയെ, തിരഞ്ഞെടുപ്പില്ലാത്തൊരു വ്യക്തിയെ കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക്, സുവിശേഷം പറയുവാനല്ല, എന്തെങ്കിലും പ്രത്യേക ഓഫീസുകളിലേക്ക്, സ്തോത്ര, അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ എന്നീ ഓഫീസുകളിലേക്ക് അദ്ദേഹം വന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ശോഭിപ്പാൻ കഴിയത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മേലുള്ള നിയോഗം അതല്ല. ആമേൻ. എന്നാൽ വിളിയുള്ള ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. പക്ഷേ ആ പ്രശ്നങ്ങളുടെ അകത്തും പ്രതിസന്ധികൾക്കകത്തും ആമേൻ കിടന്ന് അവൻ്റെ വിളിയെ അവൻ കളയരുത്. നീ നിന്റെ പ്രശ്നങ്ങളെ നോക്കരുത്, നിന്നെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശത്തിലേക്ക് നീങ്ങണമെന്നാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഉറപ്പായിട്ടും ആമേൻ നിങ്ങൾക്ക് ഒരു വലിയ വിളിയുണ്ട്. പക്ഷേ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. സ്തോത്രം. ആ കാര്യം ശരിയാക്കിയിട്ട് വരാം, ഈ കാര്യം ശരിയാക്കിയിട്ട് വരാം, ഇന്ന പ്രശ്നം പരിഹരിച്ചിട്ട് വരാം എന്ന് പറയും തോറും നിങ്ങളുടെ ആയുസ് നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നു. ലാസ്റ്റ് എല്ലാ വിഷയം പരിഹരിക്കപ്പെടുമ്പോൾ സ്തോത്രം, നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തും.